എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് ഏകദേശം ഒരു ഉച്ചവരെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവമാണ് അട്ടപ്പാടിയിലത്തെ ഒരു സംഭവം. അട്ടപ്പാടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം എന്താ മനസ്സിലേക്ക് ഓടി വരിക? മധു. വിശപ്പറിഞ്ഞവനാണ് മധു. വിശപ്പകറ്റാൻ വേണ്ടി അരി കട്ടവനാണ് മധു. ആ അരി കട്ടത് കൊണ്ട് കൊല ചെയ്യപ്പെട്ട ഒരു ആദിവാസി ദളിത് യുവാവാണ് മധു. ഈ മധുവിൻ്റെ കൊലപാതകത്തോടെ അട്ടപ്പാടി എന്ന് പറയുമ്പോൾ സഹതാപത്തിനൊരു അലയൊലി അങ്ങോട്ടുണ്ടാവാറുണ്ട്. ശരിക്കും മധുവിൻ്റെ ആ കൈകൾ കൂട്ടിക്കെട്ടിയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, നിസ്സഹായ അവസ്ഥ, പ്രതികരിക്കാൻ പറ്റാതെ ആൾക്കൂട്ടത്തെ ഭയന്ന് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന മധുവിൻ്റെ ആ മുഖം അല്ലേ, അത് നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാനൊന്നും കഴിയില്ല. കാരണം ഇപ്പം നമുക്കൊക്കെ എത്ര കാലം ആയുസ്സുണ്ടോ ആ ആയുഷ്കാലം മുഴുവൻ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും. ഏതൊരു സംഭവം ഉണ്ടാകുമ്പോഴും ഫസ്റ്റ് ഓടിയെത്തുന്നത് മധു തന്നെയായിരിക്കും. മധു തൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി അരി കട്ടു എന്നുള്ള കുറ്റത്തിനാണ് ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിയും ഇടിച്ചും മാന്തിയും ഒക്കെ ആ ദളിത് യുവാവിനെ, ആ വനവാസിയെ തല്ലിക്കൊന്നത്. മധുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കുറേ നാൾ കാടിനുള്ളിലായിരിക്കും. എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വരും. അവനെ അങ്ങനെ പൊതുവെ കാണാൻ കിട്ടാറില്ല എന്നൊക്കെയാണ് അവർ കുടുംബാംഗങ്ങൾ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. മധു നാടുമായിട്ട് അധികം ബന്ധമില്ലാത്തൊരു വ്യക്തി ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ കളവ് ചെയ്യുക എന്നുള്ളത് കുറ്റകരമാണ് അല്ലേ? ഏതൊരു വ്യക്തിയും കള്ളത്തരം ചെയ്യണത് കുറ്റകൃത്യമാണെന്ന് നമ്മൾ പറയണം. മധുവിന് വേണ്ടി വാദിക്കുമ്പോഴും മധു ചെയ്തത് കുറ്റമാണ്. ഇപ്പോൾ ഒരു വ്യക്തി ഷോപ്പ് നടത്തുന്നു, പലചരക്ക് സാധനങ്ങൾ നടത്തുന്നു, നിരന്തരമായിട്ട് വന്നിട്ട് ഒരു വ്യക്തി ഇവർ കാണാതെ സാധനം കട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യമുണ്ടാവും ഇല്ലേ? അതൊരു നഗ്നസത്യമാണ്. അങ്ങനെ ഒരു വ്യക്തി എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അവർ കയ്യോടെ പിടിക്കണം. കയ്യോടെ പിടിച്ച് നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടിരുന്നത്. വേണമെങ്കിൽ പിടിച്ചോടാൻ തന്നെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാറില്ലേ, അതുപോലെ ഒന്നോ രണ്ടോ അടി കൊടുത്തിട്ട് പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു. പക്ഷേ ഇത്രയേറെ വിചാരണ നടത്തി ഒരു കൊടും കുറ്റവാളിയെ പോലെ തല്ലിക്കൊന്നതാണ് മധുവിനോട് നമ്മുടെ മലയാളികൾക്ക് സഹതാപം തോന്നാൻ കാരണം അല്ലേ? സത്യമല്ലേ? ഇന്നിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയും വാർത്താ മാധ്യമങ്ങളും ഒക്കെ ദളിത് യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നൊരു ഹെഡിങ്ങിലൂടെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ആ സ്പോട്ടിൽ തന്നെ പല ആൾക്കാരും അവരുടെ പ്രൊഫൈലുകളിലും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ കെട്ടിയിട്ട് അടിച്ചവരെ തൂക്കിലേറ്റണം എന്ന മുൻവിധിയോടെയാണ് അവരവരുടെ അഭിപ്രായങ്ങൾ, നിലപാടുകളൊക്കെ പറയുന്നത്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു വ്യക്തിയെ കെട്ടിയിടേണ്ടുന്ന കാര്യം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ അട്ടപ്പാടിയിലത്തെ 19-കാരൻ സിജോ എന്നാണെന്ന് ആ പേര്, അങ്ങനെയാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ഈ 19-കാരൻ മയക്കുമരുന്നടിച്ചിട്ട് വിളിച്ചു പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ 2 കൊലപാതക കേസിലെ പ്രതിയാണ്. എൻ്റെ കൈ എന്നെ കെട്ടഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നിൻ്റെ കാല് കൊത്തുന്ന പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിനെ, ഈ കൊലപാതക പ്രവണതയുള്ള ഒരു വ്യക്തിനെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അല്ല, എല്ലാവർക്കും ജീവനിൽ ഭയം ഉണ്ടാവുമല്ലോ ഇല്ലേ? നമുക്ക് മുന്നിലേക്ക് ഒരാൾ ഓടി വന്നിട്ട് പരാക്രമം നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭയക്കില്ലേ? എല്ലാവർക്കും ജീവനിൽ പേടിയുണ്ടാവും. അത് ദളിതനായതുകൊണ്ട് അവനെന്തും ആവട്ടെ എന്ന് പറയുന്നത് അത് മോശം പരിപാടിയാണ്. തെറ്റായിട്ട് കാണണം. അതുപോലെ തന്നെ ഈ 19-കാരൻ പയ്യനോട് മറ്റൊരു വ്യക്തി പറയുന്നുണ്ട്, ഇതൊക്കെ തെളിവാണ്, ഞങ്ങൾ കോടതിയിൽ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പയ്യൻ പറയുന്നത് കേട്ടായിരുന്നു, നമ്മളെ വേടൻ അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെ വിളിക്കുന്ന അതാണ് കോടതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ള നീതിന്യായ വ്യവസ്ഥയൊക്കെ ദളിതനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ തൊലി കറുപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപുച്ഛമടക്കി നിൽക്കണം എന്നാണോ ഈ പ്രബുദ്ധ മലയാളികളൊക്കെ പറയുന്നത്? തെറ്റാണെങ്കിൽ തിരുത്തപ്പെടണം. ഈ 19-കാരൻ കഞ്ചാവോ അല്ലെങ്കിൽ എന്തോ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അതൊരു നഗ്നമായ സത്യമാണ്. ഇത്ര ചെറുപ്പത്തിലെ ഈ 19 വയസ്സിൽ ഇത്രയൊക്കെ ഡ്രഗ്സ് അടിച്ച് ഞാൻ 2 കൊലപാതക കേസിലെ പ്രതിയാണ്, അതുപോലെ തന്നെ എന്നെ കെട്ടഴിച്ചു വിട്ട് ഞാൻ കാലുകൊത്തും എന്ന് പറയുന്ന ആ ഒരു ധൈര്യമില്ലേ, ആ ധൈര്യം എന്തായാലും ലഹരിയിൽ നിന്ന് കിട്ടുന്നതാണ്.
അപ്പോൾ ആദ്യം നമ്മൾ കേരളത്തിൽ നിർത്തലാക്കേണ്ടത് ലഹരി വിൽപ്പനയാണ്. ലഹരി മാഫിയയെ വളച്ചൊടിച്ചൊരു മൂലക്കിടുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഭരണകൂടം. ഇനി അത് ദളിത് സമൂഹത്തിനോടായാലും ഇനി അല്ലാതെ സാധാരണ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരോടായാലും ഒക്കെ ചെയ്യേണ്ട കാര്യം അതാണ്. കാരണം കുറച്ച് ദിവസം മുന്നെയാണ് മയക്കുമരുന്നിൻ്റെ ആ വീര്യത്തിൽ ഒരു കുടുംബത്തിൽ 5 പേരെ തലക്കടിച്ചു പോകുന്നതും. ഇപ്പം ആ പയ്യൻ ചിലപ്പോൾ സ്വബോധം തിരിച്ചു വന്നപ്പോൾ കുറ്റബോധം തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ജയിലിൽ വെച്ച് തൂങ്ങിച്ചാവാൻ വേണ്ടി ശ്രമിക്കുകയും ഇപ്പോൾ കോമ സ്റ്റേജിലാവുകയും ചെയ്തത്. വയനാട്ടിൽ 2 ദിവസം മുന്നേ നമ്മൾ കേട്ട ഒരു വാർത്തയാണ്. ലഹരിക്ക് അടിമയായ ഭർത്താവ് ഭാര്യയെയും കുട്ടികളെ ഉപദ്രവിക്കുമ്പോൾ ജീവൻ രക്ഷാർത്ഥം പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലഹരി കിട്ടാത്തപ്പോൾ അച്ഛൻ്റെ തലക്കടിച്ചു കൊന്ന് മകൻ ജയിലിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ എത്രയൊക്കെയോ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതൊരു ദളിത് പരിവേഷം കൊടുക്കാതെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം കുറക്കാനുള്ള എന്തെങ്കിലും മാർഗം സ്വീകരിക്കുക സർക്കാർ. അതാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഇതുപോലെ ഈ സിജുവിനെ പോലെയുള്ള കുട്ടികൾ ഇനിയും ഉണ്ടാകും നമ്മുടെ സമൂഹത്തിൽ. ആരെയും ഭയമില്ല, വീട്ടുകാരെ ഭയമില്ല, നാട്ടുകാരെ ഭയമില്ല, അതുപോലെ തന്നെ പോലീസിനെയോ കോടതിനെയോ ഭയമില്ല. ഞാൻ എന്തു ചെയ്യും, നിങ്ങളൊക്കെ ആരാണ് ചോദിക്കാൻ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പം തന്നെ ഏകദേശം ഒരു 45-50% യുവതലമുറ ഒന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഈ ലഹരി ഉപയോഗം കൊണ്ട്. സത്യത്തിൽ ഇവരൊക്കെ കാണുമ്പോൾ സങ്കടമാണ്. അവരൊക്കെ നമ്മളെ നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ഇതൊക്കെ നമ്മളെ സർക്കാർ അറിഞ്ഞുകൊണ്ട് ലഹരി ഉപയോഗം കുറക്കാനുള്ള അല്ലെങ്കിൽ ഈ ലഹരി വിൽപ്പന നിർത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദിവസത്തെ വാർത്ത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയേറെ ലഹരി മാഫിയകളെയാണ്. ലഹരി മാഫിയകളല്ല, ഇത് കൊണ്ടുപോയി വിൽക്കുന്ന ആൾക്കാരെ പോലീസ് പിടിക്കുന്നു. ഇതൊക്കെ വിറ്റഴിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ നമ്മുടെ സമൂഹത്തിലാണ്, നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുട്ടികളാണ്. ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ തിരിച്ചു വരുമ്പോൾ ഏത് രീതിയിലാണെന്ന് ദൈവത്തിന് പറയാൻ പറ്റും. എന്തൊക്കെ ഉപയോഗിക്കുന്നു, ആരുടെയൊക്കെ കൂടെ പോകുന്നു, ഒന്നും ആർക്കും അറിയില്ല. ഇനി അഥവാ ഇത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അച്ഛനെയായാലും വേണ്ടിയില്ല, അമ്മയായാലും വേണ്ടിയില്ല, തല്ലും. അങ്ങനെയുള്ള മക്കളാണ് ഇപ്പോൾ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ പിണറായി സർക്കാർ വരുന്നതിന് മുമ്പേയുള്ള സർക്കാരുകൾ ഭരിച്ചിരുന്നപ്പോൾ ഇത്രയധികം ലഹരി ഉപയോഗം സമൂഹത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ ഈ കറി പൗഡറൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ മായി ചേർക്കുന്നു. മാരകമായ രോഗം, അതായത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള മാരകമായ വിഷം പദാർത്ഥമാണ് ഇതിലൊക്കെ ചേർക്കുന്നു പറഞ്ഞിട്ട് ന്യൂസ് വരാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ആ ഒരു സ്പോട്ടിൽ വിൽക്കുമ്പോൾ മാത്രമുള്ള ലാഭമാണ് കിട്ടുക. ഈ പൊടിയും അതുപോലെ തന്നെ എണ്ണയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് ജനങ്ങൾ മാരകമായ അസുഖം വന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെവിടുന്ന് ലാഭം കൊയ്യുക? ആർക്കാണ് വിറ്റഴിക്കുക? അതുപോലെ തന്നെ ലഹരിയും. ഈ ലഹരി വിറ്റഴിച്ച് ലഹരി ഉപയോഗിച്ച് ഒരു തലമുറ നശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങളൊക്കെ? പിന്നെ എവിടെ പോകും? അതിഭീകരമായ അവസ്ഥയാണ് കേരളത്തിൻ്റെത്. ആ പയ്യനെ കണ്ടിട്ട് പേടിയാവുന്നു. അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ പേടിയാവും. 2 കൊലക്കേസിലെ പ്രതിയാണ് ഞാൻ എന്ന് ആത്മധൈര്യത്തോടെ പറയുകയാണ് ക്യാമറയെ നോക്കിയിട്ട്. പിന്നെ ആ ഡ്രൈവർമാർ, ആ പാൽവണ്ടിയിലത്തെ ഡ്രൈവർമാർ ആ പയ്യനെ പിടിച്ചു കെട്ടിയതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ജീവനിൽ ഭയമില്ലാത്തത് ആരാണ് ഉണ്ടാവുക? ഇങ്ങനെയൊക്കെ പറയുന്നത് 2 കൊലക്കേസിലെ പ്രതിയാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി, 2-3 വണ്ടിയൊക്കെ അടിച്ചു തകർത്തു എന്ന് പറയുന്ന ഈ വ്യക്തി അതിലൂടെ പോകുന്ന ജനങ്ങളെ ഉപദ്രവിക്കില്ല എന്നാരും കണ്ടു? അപ്പോൾ സ്വയം രക്ഷയ്ക്ക് ഇങ്ങനെ കെട്ടിയിടുന്നത് നല്ലത് തന്നെയാണ്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശിക്ഷിക്കാൻ കോടതിയുണ്ട്, അതൊരു സത്യമാണ്. പക്ഷേ ഏതൊരു വ്യക്തിയായാലും തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സഡൻ റിയാക്ഷൻ എന്തായാലും ഉണ്ടാവും. അതാണ് ആ ഡ്രൈവറും ക്ലീനറൊക്കെ ചെയ്തിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. അട്ടപ്പാടിയിലെ ദളിതനാണ്, അതുകൊണ്ട് അവനെ തൊടാണ്ടി പാടില്ല, അവൻ്റെ നിറം കറുപ്പാണ്, അതുകൊണ്ട് അവനോട് പറയാണ്ടി പാടില്ല എന്നൊക്കെ പറയുന്നത് ബാലിശമായ നിലപാടാണ്, വർത്തമാനമാണ്. അങ്ങനെയല്ല. നമ്മളൊക്കെ സോഷ്യൽ ആനിമലാണ്, സാമൂഹ്യ ജീവിയാണ്, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ സമൂഹത്തിനോട് നമുക്കൊക്കെ ഒരു പ്രതിബദ്ധതയുണ്ട്. അതനുസരിച്ച് മാത്രമേ ജീവിക്കാണ്ട് പാടുള്ളൂ. നമുക്ക് എന്തും പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ കൈകടത്തുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമല്ല. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്തായാലും എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്
കേരളത്തിലെ സർക്കാർ ലഹരി മാഫിയകളെ പിന്തുടർന്ന് പിടിച്ചു പൂട്ടുക എന്നത് തന്നെയാണ് അതേ ഒരു മാർഗമുള്ളൂ. അല്ലാതെ പിന്നെ അവിടുന്ന് 5 കിലോ കഞ്ചാവ് പിടിച്ചു, അല്ലെങ്കിൽ ഇവിടെ 1 കോടിയുടെ കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ദിവസം വരുന്ന വാർത്തകൾ പിടിക്കപ്പെട്ടത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പിടിക്കാതെ പോയിട്ട് വിറ്റഴിക്കുന്ന ഈ ലഹരികൾ, MDMA പോലുള്ള മാരകമായ ലഹരികൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വിറ്റഴിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ആ ദളിത് യുവാവായ സിജോനെ കാണുമ്പോൾ അവൻ്റെ ആ തടിയും ആരോഗ്യമൊക്കെ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിന് അവൻ നല്ല രീതിയിലാണെങ്കിൽ എന്ത് ബെനിഫിറ്റ് ആയിരുന്നു. പക്ഷെ അവനൊക്കെ ഈ മയക്കുമരുന്ന് കഴിച്ച് മയക്കുമരുന്നിന് അടിമയായി പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം, ഭാവി എല്ലാം തകർന്നു പോകും, തരിപ്പണമാകും. ഇതിനെതിരെ സർക്കാർ മാത്രമല്ല, ലഹരി ഉപയോഗിക്കാത്ത സ്വബോധത്തോട് ചിന്തിക്കാൻ പറ്റുന്ന യുവജനങ്ങൾ മുന്നിട്ട് ഇറങ്ങുക തന്നെ ചെയ്യണം. അല്ലാതെ സർക്കാർ ചെലവിൽ ലൈംഗിക ആരോപണ വിധേയനായ കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരു വ്യക്തിയെ പിടിച്ച് അതിഥിയായിട്ട് വിളിച്ചിരുത്തി അഭിനന്ദിച്ചാൽ അവാർഡ് കൊടുത്താൽ ഇനിയും ഉണ്ടാകും ഇതുപോലുള്ള സിജോമാർ. തെറ്റ് ചെയ്തവൻ അതാരായാലും ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ തക്കതായ ശിക്ഷ കൊടുക്കണം. അതാണ് ഒരു യഥാർത്ഥ ഭരണാധികാരി ചെയ്യേണ്ടത്. ഇനിയും ഇത്തരത്തിലുള്ള നടപടി എടുത്തില്ലെങ്കിൽ നമ്മുടെ ഒരു പാതി തലമുറ ഒന്നിനും കൊള്ളാതെ ഉപയോഗശൂന്യമായി തീരും. ആ കാര്യം ഉറപ്പാണ്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.